Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നും ഞാൻ വേറൊരു കാര്യം പറയാം. അപ്പൊ എന്നാന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് കുക്കിങ്ങിനോടൊരു ഇഷ്ടമുണ്ട് എന്നുള്ളൊരു എല്ലാവർക്കും അറിയാമല്ലോ. അന്നേരം പിള്ളേരൊക്കെ ഓരോ സ്ഥലത്ത് പഠിക്കാൻ പോയപ്പം ബാംഗ്ലൂർ ഒരാൾ പോയപ്പോൾ എന്നോട് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ മേഘ്ന ബിരിയാണി പഠിക്കണം എന്നാ. പക്ഷെ അതൊരു കഴിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയും എപ്പോഴും ബാംഗ്ലൂർ പോവാന്നെങ്കിൽ മേഘ്ന ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കണം. അടുത്ത ആൾ എന്നാ ചെയ്തു, ഡൽഹിയിൽ പഠിക്കാൻ പോയി. അപ്പൊ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ഡൽഹി പഠിക്കാൻ പോയപ്പോൾ ഒരു പ്രാവശ്യം നമ്മളിവിടെ ഒരു ഡൽഹിയിലെ ഓൾഡ് ഡൽഹി മട്ടൺ കറി നമ്മളിവിടെ ചെയ്തായിരുന്നു അല്ലേ. അന്ന് പറഞ്ഞ പോലെ ഈ ഇടയിൽ എങ്ങാണ്ട് അദ്ദേഹം എവിടെയോ കഴിക്കാൻ പോയിട്ട് ഈ ഓൾഡ് ഡൽഹിയിലാ കൂടുതലും കിടന്ന് കറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഓൾഡ് ഡൽഹി ആ ഒരു സ്ഥലത്താന്ന് തോന്നി ഇഷ്ടം പോലെ ഫുഡുള്ള സ്ഥലവേ. അന്നേരം ചിക്കനായിട്ടും മട്ടനായിട്ടും ഒത്തിരി വെറൈറ്റി. അപ്പൊ എന്നോട് വന്നേച്ചു അവൻ പറഞ്ഞു, അമ്മ ഓൾഡ് ഡൽഹിയിൽ ഒരു ചിക്കൻ കോർമ എന്ന് കുറുമയല്ല കോർമ എന്ന് പറഞ്ഞിട്ട് ഒരു ചിക്കൻ കറി ഞാൻ കഴിച്ചായിരുന്നമ്മ, നല്ല ടേസ്റ്റ് ആയിരുന്നു, അമ്മ ഒന്ന് ട്രൈ ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെയ്തു, എൻ്റെ ഫ്രണ്ട് ഉണ്ട് അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ചിക്കൻ അവരുടെ കുറേ ഇൻഗ്രീഡിയൻസും മസാലാസും ഒക്കെ ഒത്തിരി വ്യത്യാസമാണ് മോനെ, നമ്മുടെ നാട്ടിൽ അത് കിട്ടാനായിട്ടൊക്കെ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ അവൻ പറഞ്ഞു, ഇല്ല അമ്മ നമുക്ക് എങ്ങനെ ഞാൻ ഈ റെസിപ്പി കടക്കാരനോട് പോയി ചോദിക്കാൻ നോക്കുകയല്ല. അപ്പൊ എന്നാ ചെയ്തു, മോൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മ എനിക്ക് ഇതേപോലെ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് ചിക്കൻ കോർമ ഓഫ് ഓൾഡ് ഡൽഹി. നല്ല രസമാണ്. പക്ഷെ ഒറ്റ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഞാൻ നോക്കിയേച്ച് എണ്ണ അവർ ഉപയോഗിക്കുന്ന ഒരു ഒത്തിരി കൂടുതലാണ്. നമുക്ക് എന്നാ ചെയ്യാം, ഇതിപ്പോ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പഠിക്കണമല്ലോ. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് എണ്ണ കൂടുതലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇച്ചിരി ഊറ്റി കളഞ്ഞേക്കാം. അപ്പൊ ഇതിന് വേണ്ടിയ സാധനം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഒത്തിരി സാധനങ്ങളൊക്കെ വേണമെന്നേ. അവിടുത്തെ കാര്യങ്ങളല്ലേ, ഒന്നുമില്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ വേറൊരു വേർഷൻ ആണെന്നേ ഉള്ളൂ. പക്ഷെ ടേസ്റ്റിനും കുറച്ച് വ്യത്യാസമുണ്ട്. അവരെന്നാന്ന് പറയും, മസാലയിൽ കുറച്ച് വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് പട്ട വേണം. പട്ടയുടെ കാര്യം അറിയാലോ, ഇത് ഇച്ചിരി മെലിഞ്ഞതാണ്, ഇച്ചിരി വണ്ണം ഇല്ലാത്തതാ. അന്നേരം ഇച്ചിരി വലിയ തുണ്ടിടാം. അല്ലെന്നുണ്ടെങ്കിൽ കട്ടി ഉള്ള പട്ട എടുക്കുവാന്നേലും നോക്കിയേച്ചിടണം, കമർപ്പ് കൂടും. പിന്നെ ഉള്ളത് ജാതിക്കായ, ഇത് ജാതിപത്രിയാണ്. ഇനി വേണ്ടത് ജാതിക്കായ, അതായത് ജാതിക്ക എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക്, ഇതാണ് ജാതിക്ക എന്ന് പറയുന്നത്. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ഷെല്ല് പൊട്ടിച്ചേച്ച് വേണം ഇതിനകത്തുള്ള കുരു എടുക്കാൻ. ആ കുരു എങ്ങനെയാന്ന് വെച്ചാൽ ഇത് ഞാൻ പൊട്ടിച്ചെടുത്തതിന്റെ ബാക്കിയാട്ടോ. അപ്പൊ ഇതിന്റെയും ഒരു പകുതി മോളവും മതിയാവും. കാര്യം ഇതൊക്കെ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു കുത്തലുണ്ടാവും. അപ്പൊ അത് വേണം. അത് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തന്നെ. ഇനി വേണ്ടിയത് കുറച്ച് ജീരകം ഒത്തിരി വേണ്ട, ഒരു 1/4 ടീസ്പൂണോളം മതി. പിന്നെ ഉള്ളത് ഗ്രാമ്പു ഒരു 3-4 പിന്നെ ഉള്ളത് ഒരു 7-8 ഏലക്ക. ഇനിയിപ്പോൾ ഇവരെന്നാ ചെയ്യുന്നറിയോ, ഒരു ബഡി ഇലായിച്ചി, അതായത് വലിയ ഏലക്ക എന്നും പറഞ്ഞിട്ട് ഒരു കറുത്ത കളറിൽ ഏലക്ക കിട്ടുവേ, അതിടും ഇവര്. അപ്പൊ അത് ഒരെണ്ണം ഇട്ടേച്ച് നമ്മുടെ സാധാ ഏലക്ക ഒരു 2-3 ഇടും. ഇവിടെയും ബഡി ഇലായിച്ചി കിട്ടും, പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കിട്ടുന്ന സാധനം ഇതായതുകൊണ്ട് അവര് ഒരു വലുതും 2 ചെറുതും ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു 3-4 ഇട്ടോ. ഇനി നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ കാശ്മീരി മുളക് പൊടിയാ ഇത്. ഇനിയിപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 50-50 ബേസിസ് എടുക്കാം. പിന്നെ വേണ്ടിയത് മല്ലിപ്പൊടി, ഇത് പുളിയില്ലാത്ത കുറച്ച് തൈര്. പിന്നെ വേണ്ടിയത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആണ്. ഇത് മേടിച്ചതാട്ടോ, അതുകൊണ്ട് ഒരു എപ്പോഴും ഞാൻ പറയത്തില്ലേ കുറച്ച് ഉപയോഗിച്ചാൽ മതി. പിന്നെ ഓഫ് ഉപ്പ്. ഇത് ഗരം മസാല അല്ല, ജീരകപ്പൊടിയാ, അതൊരു ഇച്ചിരി വേണം. ഇതിപ്പോൾ ഏകദേശം ഞാൻ ഒരു 1 കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഇനി ബോൺലെസ് ആണെങ്കിൽ അങ്ങനെ, അതല്ല ബോണോട് കൂടിയാണെങ്കിൽ അങ്ങനെ. സാധാരണ നമുക്ക് കടയിൽ പോയി മേടിക്കാൻ ബോൺലെസ് ഒന്നും കിട്ടുകയല്ല, വെരി റെയർ ആണ്. ഇതിപ്പോൾ ബോണോട് കൂടിയാ. പിന്നെ 1 കിലോ കോഴിക്കാണെങ്കിൽ ഒരു 4 സൈസ് മീഡിയം സവാള അരിഞ്ഞെടുക്കണം. ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് പണി എന്ന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ഉള്ളി ഒന്ന് നമ്മൾ ബിരിയാണിക്ക് വറുക്കുന്ന പോലെ ഒന്ന് വറുത്തെടുക്കണം. ഇത് മാത്രമേ ഇതിന് പണിയെന്ന് പറയാനുള്ളൂ. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു അളവ് പറഞ്ഞില്ലായിരുന്നോ ഗരം മസാലയുടെ, അതായത് പട്ട, ജാതിപത്രി, ജീരകം, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക, ഇത്രയും സാധനം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അത് ഞാൻ നേരത്തെ തന്നെ അതിൻ്റെ അളവിൽ ഞാൻ മിക്സിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനെ ഞാനൊന്ന് ഒരു ഫൈൻ പൗഡറാണോ, ഫൈൻ പൗഡർ ആയില്ലെങ്കിലും അല്ലെങ്കിൽ ക്രഷ് ആയാലും ഏതായാലും മതിയേ.
ഓക്കെ, ഇതിപ്പോൾ ഫൈൻ പൗഡർ അല്ല, ഒരു ഇച്ചിരി ക്രഷായിട്ട് എടുക്കുക. എന്നാന്ന് വെച്ചാൽ ഞാൻ ഇത് അന്നേരം പൊടിക്കുന്ന എന്നാന്നറിയോ, നമ്മൾ ഇനിയിപ്പോൾ ഇറച്ചിക്കറി വെക്കുവാന്നേലും എന്ത് സാധനം വെക്കുവാണേലും മസാല, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അന്നേരം പൊടിക്കുകയും ചതച്ചെടുക്കുന്നതിനുമാ അതിൻ്റെതായ രുചി. ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ആ മസാല പൊടിച്ചു വെച്ചു. നെക്സ്റ്റ് എന്നാന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഉണ്ടല്ലോ അതിനകത്ത് ഈ മസാല ഒന്നും പിടിക്കുകയില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതൊന്ന് മാരിനേറ്റ് ചെയ്യട്ടെ. ഇത് കാശ്മീരി മുളക് പൊടിയാ. ഈ കാശ്മീരി മുളക് പൊടിയും ഞാൻ മിക്സ് ചെയ്യാൻ പറഞ്ഞാൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാധാ എരിവുള്ള മുളക് പൊടിയും. എനിക്ക് അതിനോടുള്ള പേടിയുണ്ട്, കാരണം ചില സമയം ഞാൻ ഇടുമ്പോൾ അങ്ങ് കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ആയിടുന്നേ. ഏത്? കാശ്മീരി മുളക് പൊടി മാത്രം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്ന് തോന്നുവാന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 2ാമത്തെ സ്പൂണ് എരിവുള്ളത് ഇട്ടോളൂ. ഇനി അതേപോലെ അളവില മല്ലിപ്പൊടി, പക്ഷെ ഇപ്പം നമ്മൾ 1 സ്പൂൺ ഇടും. അത് കഴിഞ്ഞ് നമുക്ക് ഗ്രേവിയിൽ 1 സ്പൂൺ കൂടി ഇടാനുണ്ട്. പിന്നെ ഉള്ളത് പുളിയില്ലാത്ത തൈര. അത് മുഴുവൻ 1 കപ്പോളം ഞാൻ ഇതിനകത്തോട്ട് അങ്ങ് ഒഴിക്കുക. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇത് ഞാൻ പറഞ്ഞില്ലേ മേടിച്ചതായതുകൊണ്ട് 1/4. അല്ലെന്നുണ്ടെങ്കിൽ 1 കിലോ ഇറച്ചിക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളി. പിന്നെ ഇനി ഇടാൻ പോകുന്ന ഒരു ഇച്ചിരി ഉപ്പ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ജീരകപ്പൊടിയെ, ഒന്നെങ്കിൽ ജീരകപ്പൊടി ഇതിൻ്റെ കൂട്ടത്തിലിടാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാമെന്നറിയാവോ, ഇതിനകത്ത് കൂടുതൽ നമ്മൾ മസാലയ്ക്കകത്തും ജീരകമുണ്ട്, ഇതിനകത്തും ജീരകവും മിക്സ് ചെയ്യുന്നിടത്തിടാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമല്ലേ, ആ സമയത്തും നമുക്കിത് ചേർക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിനകത്തോട്ട് ഒരു 2-3 ഏലക്ക, ഒരു 2-3 ഗ്രാമ്പു, ഇത്രയും കൂടി ഇതിനകത്ത് ഇട്ടേച്ച് നല്ലോണം ഒന്ന് പെരട്ടി വെക്കാം. എല്ലാവരും വിചാരിക്കുകയല്ലോ വന്ന് കയറി ഉടനെ കൈ ഒന്നും കഴുകാതെ ഇറച്ചിയിലോട്ട് കൈ ഇട്ടുവെന്ന്. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ എപ്പോഴും കൈ നല്ലോണം വൃത്തിയായിട്ട് കഴുകിയേച്ചേ പാചകം ചെയ്യാറുള്ളൂ. ഓക്കെ, ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ആണ് നമുക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ ജോലി എന്ന് പറയുന്നത് നമ്മൾ ഈ ഉള്ളി വറക്കുന്ന സമയമാണ്. ആ സമയം മാത്രമേ ഉള്ളൂ നമുക്കൊരു ഇച്ചിരി പണി. അല്ലാതെ എനിക്ക് തോന്നുന്നു ഏറ്റവും എളുപ്പമുള്ള ഒരു ചിക്കൻ കറി നമ്മളൊക്കെയാ ഏറ്റവും കൂടുതൽ സമയം എടുത്തൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഭയങ്കര നല്ല എളുപ്പത്തിലാണ് അവർ ചെയ്യുന്നത്. ഇച്ചിരി സമയം അതിൻ്റെ കൂടെ ഒന്ന് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനി ഇതിന് അവരുപയോഗിക്കുന്ന കടുകെണ്ണയാണ്. പക്ഷെ നമുക്ക് കടുകെണ്ണ എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഇഷ്ടമാണെങ്കിൽ ഉപയോഗിച്ചോളൂ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതെടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അന്നേരം നമുക്ക് ഈ ഉള്ളി ഇത് ലാസ്റ്റ് 2 പ്രാവശ്യമായിട്ടാണ് ഞാനിട്ട് വറുത്തെടുത്തത്. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, ചൂട് ആറിയേച്ച് വേണം അതിനോടുള്ള ഒരു പരിപാടി ചെയ്യാൻ. വേറൊന്നുമല്ല, ചൂടോടെ ആണെങ്കിൽ ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതല്ല ഒന്ന് ആറിയേച്ചാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതല്ലാതെ അരച്ചെടുക്കാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. കാര്യം എന്നാന്ന് വെച്ചാൽ അതിനകത്തുള്ള തരിതരിപ്പ് ചിക്കൻ കറിക്ക് വേണം എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒന്നെങ്കിൽ ക്രഷ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ കൈ വെച്ച് തണുത്തേച്ച് പൊടിച്ചെടുക്കണം. ഇനി ബാക്കിയിരിക്കുന്ന എണ്ണയ്ക്കകത്തോട്ടാണ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് ഞാനൊരു കാര്യം ചെയ്യാം. കുറച്ച് മുളക് പൊടിയും, തീ കുറച്ച് വെച്ചിരിക്കുക, കുറച്ച് മല്ലിപ്പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഈ ചിക്കന് ഇതിനകത്തോട്ട്
ഇനി തീ ഒരു ഇച്ചിരി നല്ലതായിട്ട് കൊടുത്തേച്ച് നമ്മൾ ഈ ചിക്കൻ ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലോണം ഒന്ന്, അതായത് എണ്ണയെ കിടന്നേച്ച് ഒരു പകുതി വേവ് ഒന്നാവണം. പക്ഷെ അടച്ചിട്ടുള്ള വേവലും വേണ്ട. നമ്മൾ ആ എണ്ണയും മസാലയും ചിക്കനും എല്ലാം കൂടെ ഒന്ന് ചിക്കനകത്തോട്ടൊന്ന് പിടിക്കുക എന്ന് പറയില്ലേ. ഇതിനകത്ത് ഒരിറ്റ് പോലും മഞ്ഞപ്പൊടി ഞാൻ ഇട്ടില്ല. ഇത് നല്ലോണം, ചിലരാണെങ്കിലുണ്ടല്ലോ അവര് പറഞ്ഞതാ, ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു പ്രാവശ്യം വീട്ടിൽ ട്രൈ ചെയ്തപ്പോൾ നല്ലതായിട്ട് വന്നു ഈ കറി. അപ്പൊ അവര് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ്ലി ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ടേച്ച് ഇങ്ങനെ വരട്ടി 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 പകുതി വേവോളവും നമ്മുടെ ചിക്കൻ ആക്കി എടുക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മുടെ ഈ ഉള്ളി വറുത്തത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ വരട്ടി 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 ഒന്ന് അടച്ചിട്ടിട്ട് ഒന്ന് നല്ലതായിട്ട് ഈ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ. വെള്ളം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് പകുതി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ചിക്കൻ എല്ലാം എടുത്തു മാറ്റി വെച്ച് ആ സമയത്താണ് കുറച്ചുകൂടെ മല്ലിപ്പൊടി ഒക്കെ ഇട്ടേച്ച് ഒന്ന് മൂപ്പിച്ച് ആ അരപ്പ്, അതായത് ബാക്കി അരപ്പിനകത്തുണ്ടല്ലോ, ആ ചിക്കൻ മാത്രമേ എടുക്കത്തുള്ളൂ. എന്നുവെച്ചാൽ ആ അരപ്പിനകത്തോട്ട് ഇച്ചിരി മല്ലിപ്പൊടിയും ഈ ഉള്ളിയും കൂടെ നല്ലോണം ക്രഷ് ചെയ്ത് ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കും. അപ്പൊ ഏതാ നമുക്ക് സൗകര്യം ഉള്ളത് വെച്ചാൽ അത് ചെയ്താൽ മതി. ഇതിനകത്ത് പുളി എന്ന് പറയുന്നത് നമ്മുടെ തൈരിന്റെ പുളി മാത്രമേ ചേരുന്നുള്ളൂ. നമ്മൾ ആ ഉള്ളി വറുത്ത ഒരു എണ്ണയുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളവും ആ ഫുൾ എണ്ണയും അവർ ഉപയോഗിക്കും. പക്ഷെ അതേണ്ട, ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു 2 തവിയോളം എണ്ണ മാറ്റി വെച്ചു, അതായത് ഈ തവിക്കുള്ള എണ്ണ. എന്നാലും ഇതിനകത്ത് എണ്ണ കാണും. മിക്ക നോർത്ത് കല്യാണങ്ങൾക്കും ഒക്കെ ഈ ഒരു കോർമ അവർ ഉണ്ടാക്കാറുണ്ട്. ഇറ്റ് ബിക്കംസ് എന്താ പറയുക, അവരുടെയൊക്കെ ഒരു ട്രഡീഷണൽ കറിയായി മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, അവർ പറയുന്നത് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഈച്ച് എവറി സിറ്റിസൺ ഇതൊന്ന് ഉണ്ടാക്കാൻ പഠിക്കണം എന്ന് പറയുന്നത്. അവർ ട്രഡീഷണൽ രീതിയിൽ അവർ ചെയ്യുന്നതാണ്. ജീരകം മാത്രം ഓരോരുത്തർക്ക് ചിലരിടാറുണ്ട്, ചിലരിടാറില്ല. പിന്നെ ഇതിനൊക്കെ ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട്. ചിലർ ഇതിനകത്ത് ക്രീം ചേർക്കാറുണ്ട്, കാഷ്യൂ ചേർക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പറഞ്ഞു തന്ന ഈ കറി എന്ന് പറയുന്നത് ട്രൂ അല്ല, റിയൽ ട്രഡീഷണൽ കറിയാണ് എനിക്ക് പറഞ്ഞത്. അതായത് ഈ ചിക്കൻ്റെ ഒരു, നമ്മളിപ്പോൾ മസാല എല്ലാം പച്ച ചൊവ്വയല്ലേ, ആ പച്ച ചൊവ്വ ഒന്ന് മാറിയേച്ച് ആ മസാലയൊക്കെ ഒന്ന് വേവണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോഴത്തേക്ക് ചിക്കനും ഒരു ഹാഫ് കുക്ക് ആയിക്കോളും. പൊടിച്ചിട്ട് ആറിയപ്പോഴത്തേന് ഞാനത് പൊടിച്ചു വെച്ചേ. ഇനി ചിക്കൻ്റെ പരുവം എന്താന്ന് വെച്ചാൽ വേണ്ട നോക്കിയേ, അത് പകുതി വെന്ത് കഴിഞ്ഞു. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന എന്നാന്നറിയോ, ഇനി എളുപ്പമാണ്. ഇതിൻ്റെ ഒരു പകുതി ചേർക്കാം. എന്നുവെച്ച് അതായത് ഉള്ളി വറുത്ത് നമ്മൾ പൊടിച്ചു വെച്ചതിൻ്റെ ഒരു പകുതി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുക. നിങ്ങൾ നോക്കുമ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് 3/4 ചേർത്തെന്ന് പറയുകയല്ലേ. ആ ഉള്ളി നല്ലോണം ആ ഗ്രേവിയിലോട്ടൊന്ന് ആയി കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു മസാല ഉണ്ടല്ലോ, അതുകൊണ്ട് ആ ഉള്ളി ചേർത്തപ്പോൾ തന്നെ കണ്ടോ അതിൻ്റെ ആ ഗ്രേവിയുടെ കളറേ അങ്ങ് മാറിയേ. ഇനിയിപ്പോൾ തീയൊക്കെ ഒരു ഇച്ചിരി ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചേച്ച്, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഗ്രേവി അങ്ങ് പെട്ടെന്ന് വറ്റിപ്പോവും. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഒരു മസാല കൂട്ടുണ്ട്, അത് ഒരു ഇച്ചിരി അങ്ങോട്ട് ഇടുക. മുഴുവൻ ഇടണ്ട, കാര്യം ചിലപ്പോൾ മസാലയുടെ ഒരു കമർപ്പ് മുമ്പ് വരും. അതുകൊണ്ട് നോക്കിയേച്ച് വേണം ഇടാനായിട്ട്. ഞാൻ ആ ബാക്കി ഉള്ളിയും കൂടി അങ്ങ് ചേർത്തേക്കാം അല്ലേ. ഇറച്ചിയിലും ഒക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴത്തേക്ക്, എന്നാലല്ലേ ആ ഇറച്ചി ഇപ്പം തന്നെ വേണ്ട ആ കളർ കംപ്ലീറ്റ് മാറിയത് കണ്ടോ. ഞാൻ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധമുണ്ട് മഞ്ഞപ്പൊടി ചേർക്കാത്തതുകൊണ്ട്. ഇതിപ്പോൾ ചിക്കൻ ഹാഫ് വെന്ത് കഴിഞ്ഞു. ഈ പരുവത്തിലാ നമ്മൾ ആ മസാലയും മറ്റേ പൊടിയും മസാലപ്പൊടിയും ഈ ഉള്ളിയും ചേർക്കാനുള്ള. ഇനി ബാക്കി പകുതി വേവുന്നുണ്ടല്ലോ ചിക്കൻ, അത് നല്ല ഫ്ലെയിം കുറച്ച് വെച്ചേച്ച്, ഇനി ചിക്കനേന്നൊന്നും വെള്ളം ഊറാനായിട്ടൊന്നും ഇല്ല. അപ്പം എന്നാന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ചേർക്കാം, അഥവാ ഒത്തിരി അങ്ങ് വറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ. ഇത് പക്ഷേ ഒരു കറിയാണോ എന്ന് ചോദിച്ചാൽ ഒരു കറിയാണ്, എന്നാൽ ഒരു പെരട്ടാണോ എന്ന് ചോദിച്ചാൽ പെരട്ടാണ്. അങ്ങനത്തെ ഒരു കറിയായത്.
ഇതിപ്പോൾ വേണ്ട ഒരു സെമി ഗ്രേവി ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ചിക്കൻ ഒരു ഹാഫ് പോർഷനും കൂടെ വേവാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരവും കൂടെ ഒന്ന് ഇരുന്നോട്ടെ. ഇന്ന് എന്ന് വെച്ചാൽ അത് ആ ഒരു നമ്മൾ ചേർത്തിരിക്കുന്ന ഉള്ളിയും ചിക്കനകത്തോട്ട് ആ മസാലയും എല്ലാം പിടിക്കാനില്ലേ, അതും കൂടെ പിടിക്കാനുള്ള സമയം ആ ഹാഫ് വേവ് ചിക്കൻ ഹാഫും കൂടെ വേവാനുള്ള സമയം നമ്മൾ കൊടുക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്ലേവർ കുറച്ച് വരണമല്ലോ, നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് മല്ലിയില ഇടും. എന്നാലും ഒരു ഇച്ചിരി ആ ഫ്ലേവറും കൂടെ ഒന്ന് കയറുവാന്നേൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അത് അവിടെ അടച്ച് കിടക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. Let's cook with love.